ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ലൈഫിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പായസമാണ്. അതിനായി കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്കാപ്പൊടി, 4 ടേബിൾ സ്പൂൺ ചൗവരി വേവിച്ചത്, 4 കപ്പ് രണ്ടാം പാല്, 1 കപ്പ് ഒന്നാം പാല്, 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിരിക്കുന്നതാണ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, നന്നായി പഴുത്തിട്ടുള്ള 2 മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ അരിച്ചൊഴിക്കുവാണ്. ഫ്ലെയിമിൽ പാൻ ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് എടുക്കും ഇത് വരട്ടിയെടുക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം മാങ്ങ വേവിക്കാൻ വേണ്ടി ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് കുറുകി വരട്ടെ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.